ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മുൻവർഷ മലയാളം ചോദ്യങ്ങൾ നോക്കാം. ശരിയായ പദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ജീവച്ഛവമാണ് ശരിയായിട്ടുള്ള പദം. താഴെ കൊടുക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ്? ഈ വാക്യത്തിൽ നമുക്ക് നോക്കാം. പല കാര്യങ്ങളിൽ സ്വയം ആത്മപ്രശംസ നടത്താറുള്ള ആളാണ് ക്ലബ് സെക്രട്ടറി. ഇതിലേതാണ് ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ള ഭാഗം? ഇവിടെ പല കാര്യങ്ങളിൽ നിന്നുള്ളത് ശരിയാണ്. നടത്താറുള്ള ആളാണ് ക്ലബ് സെക്രട്ടറി, അതും ശരിയാണ്. ഇവിടെ സ്വയം ആത്മപ്രശംസ എന്നതാണ് തെറ്റ്. കാരണം നമ്മൾ സ്വയം പുകഴ്ത്തുന്നതാണ് ഈ ആത്മപ്രശംസ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മപ്രശംസയുടെ കൂടെ സ്വയം എന്ന് പറഞ്ഞ് ചേർക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. പല കാര്യങ്ങളിൽ ആത്മപ്രശംസ നടത്താറുള്ള ആളാണ് എന്ന് മതി. അവിടെ സ്വയം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് തെറ്റ്. അടുത്ത ചോദ്യം, ദ കൗ ഈസ് ഹൂഫ്ഡ് ആനിമൽ. ഇതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? ശരിയായിട്ടുള്ള പരിഭാഷ പശു കുളമ്പുള്ള മൃഗമാണ്. പശു കുളമ്പുള്ള മൃഗമാണ് എന്നതാണ് ദ കൗ ഈസ് ഹൂഫ്ഡ് ആനിമൽ എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ. പറഞ്ഞയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? പറഞ്ഞയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം പ്രേക്ഷകനാണ് കേട്ടോ. പ്രേക്ഷകനാണ് പറഞ്ഞയച്ചയാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം പ്രേക്ഷകനാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നതിൽ നാവ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? നാവ് എന്ന അർത്ഥം വരാത്ത പദമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നാവ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? നാവ് എന്നർത്ഥം വരാത്ത പദം വാജിയാണ്. ഓപ്ഷൻ ബി വാജിയാണ്. ജിഹ്വ, രസന, രസജ്ഞ ഇതെല്ലാം എന്താണ്? നാവ് എന്ന അർത്ഥം വരുന്ന പദമാണ്. എന്നാൽ വാജി എന്നത് നാവ് എന്ന അർത്ഥം വരുന്ന പദമല്ല. മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ചോദ്യം മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണെന്നാണ്. മിഥ്യയുടെ വിപരീത പദം എന്താണ്? മിഥ്യയുടെ വിപരീത പദമാണ് തദ്യ. മിഥ്യ, തദ്യ. മിഥ്യയുടെ വിപരീത പദം എന്താണ്? തദ്യ. പതുക്കെയാവുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏതാണ്? നമുക്ക് നോക്കാം. പതുക്കെയാവുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് താളം മാറുക, താളം പിഴയ്ക്കുക, താളം മറിയുക, താളത്തിലാവുക. ഇതിൽ പതുക്കെയാവുക എന്നർത്ഥം വരുന്നത് ഏതാണ്? പതുക്കെയാവുക എന്നർത്ഥം വരുന്നത് താളത്തിലാവുക എന്നതാണ് കേട്ടോ. അപ്പോൾ പതുക്കെയാവുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് താളത്തിലാവുക. പതുക്കെയാവുക, താളത്തിലാവുക. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? കാണം വിറ്റും ഓണമുണ്ണണം എന്താണ്? വസ്തു വിറ്റു വേണം ഓണമുണ്ണാൻ, ഓണമുണ്ണാൻ വസ്തു വിൽക്കരുത്, നഷ്ടം സഹിച്ചും നല്ലത് ചെയ്യണം, ഓണമുണ്ണാൻ വളരെ കഷ്ടപ്പെടണം. ഇതിലേതാണ്? നഷ്ടം സഹിച്ചും നല്ലത് ചെയ്യണം. അതാണ് കാണം വിറ്റും ഓണമുണ്ണണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം. എന്താണ്? നഷ്ടം സഹിച്ചും നല്ലത് ചെയ്യണം. ലക്ഷ്യം എന്നതിന് സമാന അർത്ഥമുള്ള ശബ്ദം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഏകദേശം, ലാക്ക്, നിശ്ചിതം, കുറവ്. ഇതിൽ ലക്ഷ്യം എന്നർത്ഥം വരുന്ന സമാന അർത്ഥം വരുന്നത് ഏതാണ്? ലാക്കാണ്. ലക്ഷ്യം എന്നതിൻ്റെ സമാന അർത്ഥമുള്ള ശബ്ദമാണ് ലാക്ക്. മഹത് അധികം ചരമം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? മഹത് അധികം ചരമം. മഹത് അധികം ചരമം ചേർത്തെഴുതുമ്പോൾ മഹത് ചരമമാണ് കേട്ടോ. ഇവിടെ ഇച്ഛായാണ് വരുന്നത്. മഹത് ചരമം. മഹത് അധികം ചരമം ചേർത്തെഴുതുമ്പോൾ മഹത് ചരമമാണ് വരുന്നത്. നരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? നരൻ്റെ സ്ത്രീലിംഗം നാരിയാണ്. നരൻ്റെ സ്ത്രീലിംഗം എന്താണ്? നാരിയാണ്. പൂജക ബഹുവചനമല്ലാത്തത് ഏത്? അടുത്ത ചോദ്യം എന്താണ്? പൂജക ബഹുവചനമല്ലാത്തത് ഏതാണെന്നാണ്. ഇവിടെ തമ്പ്രാക്കൾ, ഗുരുക്കൾ, സ്വാമികൾ ഇതെല്ലാം എന്താണ്? പൂജക ബഹുവചനമാണ്. ഇവിടെ കവികളാണ് പൂജക ബഹുവചനം അല്ലാത്തത്. നന്മ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നന്മ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നൽ അധികം മാ ആണ് നന്മ. നൽ അധികം മാ അതാണ് നന്മ. നന്മ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്?
നൽ അധികം മാ ആണ് നന്മ. കനകക്കതിർ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദ്യം. കനകക്കതിർ, കനകത്തിൻ്റെ കതിർ, കനകമാകുന്ന കതിർ, കനകത്തിലെ കതിർ, കനകം പോലെയുള്ള കതിർ. കനകക്കതിർ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കനകം പോലെയുള്ള കതിരാണ് കനകക്കതിർ. എന്താണ്? കനകം പോലെയുള്ള കതിരാണ് കനകക്കതിർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലീവ് ലൈക്ക് ആൻ ആസ് എന്നതിന് സമാനമായിട്ടുള്ള ചൊല്ലേതാണ്? ഓപ്ഷൻസ് നോക്കാം. ഒരു സിംഹമായി ജീവിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു സിംഹം മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുത മരിക്കുന്നതാണ്. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു സിംഹം മരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു കഴുത മരിക്കുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. എന്താണ്? ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലീവ് ലൈക്ക് ആൻ ആസ് എന്നതിന് സമാനമായിട്ടുള്ള ചൊല്ലേതാണ്? ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഉച്ചം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഉച്ചം എന്നതിൻ്റെ വിപരീത പദമാണ് നീചം. ഉച്ചത്തിൻ്റെ വിപരീത പദം ഏതാണ്? നീചം. അടുത്ത ചോദ്യം. ഇവിടെ എ ബി സി ഡി ഇങ്ങനെ എന്താണ് വാക്യം, ഇതിൽ തെറ്റായ ഒരു ഭാഗമുണ്ട്. ഈ ഒരു വാക്യത്തിൽ തെറ്റായ ഭാഗമുണ്ട്. അതേതാണെന്ന് ചോദിക്കുന്നു നമ്മളോട്. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അച്ഛൻ ശ്രദ്ധിച്ചു. ഇതിൽ തെറ്റായ ഭാഗം ഏതാണ്? ഇതിൽ തെറ്റായിട്ടുള്ള ഭാഗം എല്ലാ മാസം തോറും എന്നാണ്. എല്ലാ മാസം തോറും എന്ന് വേണോ? മാസം തോറും എന്ന് പോരെ? അപ്പോൾ എല്ലാ മാസം തോറുമാണ് ഇവിടെ. ഓപ്ഷൻ എ ആണ് തെറ്റ്. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് ഇതിലെന്താ വീണ്ടും എ ബി ബി ഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ്. എ എന്നുള്ള ഭാഗമാണ് തെറ്റ്. തെറ്റായ പദം ഏതെന്ന് കണ്ടെത്തുക. നോക്കാം. ഈ 4 ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ള പദം ഏതാണ്? അതൃപ്തി എന്ന പദമാണ് തെറ്റായിട്ടുള്ള പദം. പ്രൊസീഡിങ്സ് എന്നതിൻ്റെ പരിഭാഷ എന്താണ്? പ്രൊസീഡിങ്സിൻ്റെ പരിഭാഷ എന്താണ്? പ്രൊസീഡിങ്സിൻ്റെ പരിഭാഷയാണ് നടപടിക്രമം. പ്രൊസീഡിങ്സിൻ്റെ പരിഭാഷ എന്താണ്? നടപടിക്രമം. കാറ്റ് എന്നതിൻ്റെ പര്യായമല്ലാത്ത ശബ്ദമേത്? ഈ ഓപ്ഷൻസിൽ കാറ്റിൻ്റെ പര്യായമല്ലാത്തത് ഏതാ? ഓപ്ഷൻ എ അനലനാണ്. ഓപ്ഷൻ എ അനലനാണ്. അനിലൻ, പവനൻ, പവമാനൻ ഇതെല്ലാം എന്താണ്? കാറ്റിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ ഇവിടെ കാറ്റ് എന്നതിൻ്റെ പര്യായമല്ലാത്ത ശബ്ദം അനലനാണ്. അനിലനും പവനനും പവമാനനും എന്താണ്? കാറ്റിൻ്റെ പര്യായ പദങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ KS-ൻ്റെ എക്സാമിന് വന്നിട്ടുള്ളതായിരുന്നു. നമ്മളെന്താണ് അതിനു മുൻപേ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്കറിയാം. അപ്പോൾ എന്താണ്? കാറ്റ് എന്നതിൻ്റെ പര്യായമല്ലാത്ത ശബ്ദം അനലനാണ്. അപ്പോൾ അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിയാണ്. അപ്പോൾ അനലൻ എന്നാൽ അഗ്നിയും അനിലൻ എന്നാൽ കാറ്റുമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇനിയും ചോദിക്കും. അനലൻ എന്താണ്? അനലൻ അഗ്നിയും അനിലൻ എന്താണ്? അനിലൻ കാറ്റുമാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രത്യുപകാരം. പ്രത്യുപകാരം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പ്രത്യുപകാരം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. പ്രതി അധികം ഉപകാരമാണെന്ത്? പ്രത്യുപകാരം. പ്രതി അധികം ഉപകാരമാണെന്ത്? പ്രതി അധികം ഉപകാരമാണ് പ്രത്യുപകാരം. ഓപ്ഷൻ സി ആണ് ശരി. കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സന്ധികൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ സന്ധികളുടെ ക്ലാസ് ഒന്ന് പോയിട്ട് ഇതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കുക. കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? കണ്ണീർ എന്ന പദത്തിലെ സന്ധി ആദേശസന്ധിയാണ്. കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? ആദേശസന്ധിയാണ്. ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് കേട്ടോ. എന്താണ്? ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? ആദേശസന്ധിയാണ്. കണ്ണീർ എന്ന പദത്തിലെ സന്ധി ആദേശസന്ധിയാണ്. ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവസാനിപ്പിക്കുക. ഹയം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഹയം എന്താണ്? ഹയം എന്ന പദത്തിൻ്റെ അർത്ഥം കുതിര എന്നാണ്. ഹയം എന്താണ്? കുതിരയാണ്. ഹയം എന്ന പദത്തിൻ്റെ അർത്ഥം കുതിരയാണ്. സേവകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? സേവകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം സേവികയാണ്. സേവകൻ, സേവിക. എന്താണ്? സേവകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം സേവികയാണ്. സേവകൻ, സേവിക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. സേവകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം സേവികയാണ്. ഓപ്ഷൻ സി, സേവിക.